ഹലോ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉണക്കസ്രാവ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ഒരു മീഡിയം ഉണക്കസ്രാവ് എടുത്തിട്ട് അത് നന്നായിട്ട് വെള്ളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉപ്പൊക്കെ പോകാൻ കുറച്ച് സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് സ്രാവിൻ്റെ കഷ്ണത്തിൽ നന്നായിട്ട് കഴുകി ഉപ്പൊക്കെ കളഞ്ഞ് വെക്കാൻ ആവശ്യമായ പാത്രത്തിലേക്ക് മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൽ ആവശ്യമായ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 മീഡിയം സൈസ് തക്കാളി ഞാൻ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ പച്ചമുളക് എരിവിനനുസരിച്ച് ആവശ്യം എന്ന് വിചാരിച്ചാൽ അത്രയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് പൊടികൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതാണ് ചുവന്ന മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ. അത് ഞാൻ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ 1 ടീസ്പൂൺ എടുക്കണ്ട, അതിൻ്റെ പകുതി എടുത്താൽ മതി എരിവിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾക്ക് ഈ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ഞാൻ ചുവന്ന മുളക് പൊടി 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വാളൻപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുത്താൽ അത്രക്ക് രസം അങ്ങനെ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു പുളി ചേർത്ത് കൊടുക്കുന്നത്. ഇത് നാരങ്ങ വലിപ്പത്തിൽ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് എത്രയാണോ ഇതിന് ചാറ് വേണ്ടുന്നത് അതിന് കണക്കായ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് തേങ്ങ അരക്കുന്നതിന് മുന്നേ ആണ്. അപ്പോൾ നമ്മൾക്ക് തേങ്ങ അരച്ചിട്ടും ചാറ് വേണമെങ്കിൽ നമുക്ക് കണക്കായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വേവാൻ ആവശ്യമായ വെള്ളമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ. ഉപ്പിട്ട് ഇത് ഉണക്ക സ്രാവാണല്ലോ, അപ്പോൾ അതിന് ആവശ്യത്തിന് ഉപ്പുണ്ടാവും. ഇതെല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ആദ്യം നമ്മൾക്ക് ഇതൊന്ന് നന്നായി തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ സ്രാവെല്ലാം വെന്ത് തുടങ്ങുന്ന നേരം കൊണ്ട് നമ്മൾക്ക് അതിന് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ സ്രാവ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പറങ്കിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും തക്കാളി പച്ചമുളക് എല്ലാം ചേർത്ത് വെള്ളമെല്ലാം ഇട്ട് പുളിയൊക്കെ കൂട്ടി അതിന് ചേർത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. അപ്പോൾ ഉപ്പൊന്നുമില്ല, ഞാൻ ഏറ്റവും ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ സ്രാവായതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പിന്നീട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് സ്രാവിൻ്റെ കഷ്ണമെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തതിന് നമ്മൾക്ക് ആവശ്യമില്ല എത്രയാണോ വെള്ളം വേണ്ടത് അതിന് കണക്കായ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ തേങ്ങ അരപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവായിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ലേശം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്കിത് ഈ കറി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറിയെല്ലാം തിളച്ച് വന്നതിന് ശേഷം നമ്മൾക്ക് സവാളയുടെ ഒരു പകുതി കഷ്ണം നമ്മൾക്ക് കറിയിൽ വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ തേങ്ങ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം കറി നന്നായി തിളച്ച് നല്ല പാകത്തിന് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ഉള്ളി വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉള്ളി ചുമന്ന് വരുന്ന സമയത്ത് ഞാൻ അതിലൊരു 1/4 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളി മാത്രം ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച ഉണക്ക സ്രാവ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.